നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പകൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്ത ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ട് ദേശീയ സുരക്ഷാ ഏജൻസി. ആക്രമിച്ചവരെ നിലംപരിശാക്കിയിട്ടു മാത്രമേ സംഭവസ്ഥലത്തു നിന്നും പോകാവൂ എന്ന അമിത്ഷായുടെ ശക്തമായ നിർദ്ദേശമുണ്ട്. ഇതനുസരിച്ച് NIA തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. അതാണ് ആക്രമിക്കുന്നത് ഇന്ത്യയാണെങ്കിൽ തിരിച്ചടി ഉറപ്പാണ്. അതിനി ആക്രമിക്കുന്നവർ എത്ര ശക്തരാണെങ്കിലും ഇന്ത്യയെ അങ്ങ് തീർക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ഇവിടെ ഇരിക്കുന്നാരും മന്ദബുദ്ധികളല്ലെന്ന് ഓർക്കുക. മുട്ടുന്നത് ഇന്ത്യയോടും അജിത് ഡോവലിനോടുമാണ്. തിരിച്ചടിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങിയാൽ അതിന് അവസാനം കാണാതെ അദ്ദേഹം തിരികെ വരില്ല. എന്തായാലും രാജ്യത്തെ ഞെട്ടിച്ച പകൽഗാമിലെ ഭീകര ആക്രമണത്തിന് പിന്നാലെ കാശ്മീരിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് സൈന്യം. ഒരിക്കലും ഒന്നിനെയും വെറുതെ വിടില്ല. ഇത്രയും ഹീനമായ പ്രവൃത്തി ചെയ്തവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും. ബാരാമുള്ളയിലെ നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച 2 ഭീകരരെ സൈന്യം വധിച്ചു. ഓപ്പറേഷൻ ടിക്ക എന്ന പേരിലാണ് ബാരാമുള്ളയിൽ സൈന്യത്തിന്റെ ഓപ്പറേഷൻ നടക്കുന്നത്. മേഖലയിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ബുധനാഴ്ച രാവിലെയാണ് ബാരാമുള്ളയിൽ നിയന്ത്രണ രേഖയിലെ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായത്. ഇത് തടയുകയും തുടർന്നുണ്ടായ വെടിവയ്പിൽ 2 ഭീകരരെ സൈന്യം വധിക്കുകയും ചെയ്തു. അതിനിടെ പകൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അവകാശപ്പെട്ട് പാകിസ്ഥാൻ രംഗത്തെത്തി. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ് ആസിഫാണ് പകൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് നിഷേധിച്ച് രംഗത്തെത്തിയത്. എല്ലാ രൂപത്തിലുമുള്ള ഭീകരവാദത്തെ എതിർക്കുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും പകൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമില്ലെന്നും പാക് മന്ത്രി വ്യക്തമാക്കി. ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും തിരിച്ചടിയുണ്ടായേക്കാമെന്ന പാകിസ്ഥാന് ഭയമുണ്ട്. തിരിച്ചടി ഭയന്ന് നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള ഗ്രാമങ്ങൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ്. നേരത്തെ ഉറിയിലും പുൽവാമയിലും നടന്ന ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം നൽകിയിരുന്നത്. 2016 ഭീകരാക്രമണത്തിന് സർജിക്കൽ സ്ട്രൈക്കിലൂടെയായിരുന്നു ഇന്ത്യയുടെ മറുപടി. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ബലാക്കോട്ടയിൽ വ്യോമാക്രമണം നടത്തിയും ഇന്ത്യ തിരിച്ചടി നൽകിയിരുന്നു. ബലാക്കോട്ടയിലെ ജെയ്ഷ് ക്യാമ്പിനെ ലക്ഷ്യമാക്കിയായിരുന്നു ഇന്ത്യയുടെ വ്യോമാക്രമണം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.